CPIM-ന്റെ സമുന്നത നേതാക്കളിൽ ഒരാളായ എം കേളപ്പൻ എന്ന MK പണിക്കോട്ടിയെക്കുറിച്ചാണ് ഇത്തവണത്തെ വ്യക്തിവിശേഷം. എന്നാൽ അത് എം കേളപ്പൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചല്ല, മറിച്ച് MK പണിക്കോട്ടി എന്ന നാടൻ പാട്ട് സമ്പാദകനെക്കുറിച്ചാണ്. വടക്കൻ പാട്ടുകളിലൂടെ എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ MK പണിക്കോട്ടി ഇങ്ങനെ എഴുതി: വടക്കൻ പാട്ടുകളിലൂടെ ഒരു പദയാത്ര നടത്തുകയാണ് ഞാൻ. അതൊരു വലിയ മണലാരണ്യമാണിന്ന്. മരുപ്പച്ച അപൂർവം. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് എൻ്റെ ഈ യാത്രയെങ്കിൽ ശേഖരിക്കാൻ ധാരാളമുണ്ടായിരുന്നു. അന്ന് ഈ മണലാരണ്യത്തിൽ പച്ചപ്പുകൾ വ്യാപകമായുണ്ടായിരുന്നു. അന്നതിന് തോന്നിയില്ല. അതോർത്ത് നിരാശപ്പെടുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. നിരാശ മാറ്റിവെച്ച് പണിക്കോട്ടി നടത്തിയ യാത്രയിൽ അവശേഷിച്ച മരുപ്പച്ചയെല്ലാം അദ്ദേഹം ശ്രദ്ധയോടെ തന്നെ ശേഖരിച്ചു. കേരളത്തിന്റെ ഫോക്ലോർ പഠനത്തിന് അമൂല്യനിധിയായി ആ ശേഖരം മാറിയിരിക്കുന്നു. നീരൊഴുക്കം പോലൻ്റെ മാറിലെന്തോ വായിന്ന്, എന്തുകൊണ്ട് നീ എഴുതി എൻ്റെ തലേ തമ്പായി, എന്നുകൊണ്ട് പോകും നീ എന്നെ മേലെ തമ്പായി. എം കേളപ്പൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തൂലികാനാമമാണ് MK പണിക്കോട്ടി. പണിക്കോട്ടി അദ്ദേഹത്തിന്റെ ഗ്രാമപ്പേരാണ്. വടകരയ്ക്കടുത്തുള്ള പണിക്കോട്ടി. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം കേളപ്പൻ ഏറെക്കാലം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. നിഷ്കളങ്കമായ പുഞ്ചിരിയിലൂടെ, ആത്മാർത്ഥതയും ആർജവവും തുളുമ്പുന്ന ഇടപെടലുകളിലൂടെ, സരസമായ സംസാരത്തിലൂടെ പൊതുപ്രവർത്തനത്തിന് ഹൃദയനൈർമല്യം നൽകിയ നാട്ടുകാരുടെ കേളപ്പേട്ടൻ. ഈ രാഷ്ട്രീയ നേതാവിലെ ഫോക്ലോറിസ്റ്റിനെ പക്ഷേ സാംസ്കാരിക കേരളം വേണ്ടവിധം മനസ്സിലാക്കിയിട്ടില്ല. വടക്കൻ പാട്ടുകളുടെ കഥാഘടനയും ഗാനശില്പവും പുനരാവിഷ്കരിക്കുന്ന കൃതിയാണ് വടക്കൻ പാട്ടിലൂടെ. മുമ്പ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച ഈ കൃതി ഇപ്പോൾ മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. വയനാട് എന്ന് പറഞ്ഞ ഇന്നത്തെ വയനാടല്ല, ഇന്നത്തെ വയനാട് എത്രയോ ഇരട്ടി വലിപ്പമുള്ള, അതായത് പഴയ വയനാട്. ആ വയനാട് കുറുമ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ മരിച്ച ഒരു കാലത്തെ ചരിത്രം പറയുന്നൊരു പാട്ടുണ്ട്. കുറുമ ചെറുപ്പണ്ണ് കുഞ്ഞിത്താലു എന്നൊരു പാട്ട്, അപ്പാട്ട്. പിന്നെ ഈ മതിലേരിക്കന്നി എന്ന് പറയുന്ന പാട്ട് ഒരു യുദ്ധത്തിൻ്റെ പാട്ടാണ്. അത് ഒരു ട്രാജഡിയായിട്ട് അവസാനിക്കുന്ന കഥയാണ്. 3 ആൾ മരിക്കുന്നതാണ്. പക്ഷേ മനോഹരമായ വരികളാണ്. അപ്പം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കെട്ടിയപ്പോൾ പിന്നെ എനിക്കറിയുന്ന തച്ചോളി പാട്ടുകളും അതുപോലെ ഈ അരോമൽ ചേകവരുടെ ആ പാട്ടുകളും പിന്നെ അത്യാവശ്യമുള്ള ചില ഒറ്റപ്പാട്ടുകളൊന്നും മുഴുവൻ എടുക്കാൻ എനിക്കില്ല. അതെല്ലാം കൂടിയാണ് ഈ പുസ്തകത്തിനകത്ത് പ്രസിദ്ധീകരിച്ചത്. അതിപ്പോൾ അതിനെക്കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വടക്കൻ പാട്ടുകളെ പറ്റി പഠനം നടത്തുന്നവർക്ക് മുഴുവൻ ഒരു കൈപ്പുസ്തകം പോലെ വളരെ ഫലം ചെയ്യുന്ന പുസ്തകമാണ്. വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, ഭരണിപ്പാട്ടുകൾ, ബ്രാഹ്മണിപ്പാട്ടുകൾ, തോറ്റം പാട്ടുകൾ, വഞ്ചിപ്പാട്ടുകൾ എല്ലാം നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും പറ്റിയുള്ള പഠനങ്ങളുടെ ആധാരശിലകളാണ്. വായ്പാട്ടിലൂടെ തലമുറകൾ കൈമാറി വന്ന ഈ നാടൻ പാട്ടുകൾ സംഭരിക്കാനുള്ള അക്ഷീണ പരിശ്രമമാണ് MK പണിക്കോട്ടി നടത്തിയത്. കർഷക തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച MK പണിക്കോട്ടി വയലേലകളിൽ വിയർപ്പ് ചിന്തുന്നതിനിടയിൽ കേട്ട നാടൻ പാട്ടുകൾ ഒറ്റയടിക്ക് ആസ്വദിച്ച് ഉപേക്ഷിച്ചില്ല. അതിൻ്റെ ഭംഗിയും കാവ്യാത്മകതയും അദ്ദേഹത്തെ പിന്തുടരുക തന്നെ ചെയ്തു. ഒപ്പം ആ പാട്ടുകളിൽ നിറഞ്ഞ ജീവിത ചിത്രങ്ങളും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കുന്നവയായിരുന്നു അവയിലെ പല പരാമർശങ്ങളും. എള്ളുണങ്ങുന്നണ്ണക്ക് പുല്ലുണങ്ങുന്നാലക്ക് ഞാനുണങ്ങി കൂടുന്ന് പാലിയത്തോറ പള്ളക്ക്. പാലിയത്തോർ എന്ന് പറഞ്ഞാൽ പാലിയത്തെ തമ്പായി ജമീനർത്ഥം. പുഞ്ചനീര് നക്കുമ്പം പുള്ളു വീച്ചി കുടുംബം ഞാനയഞ്ഞി മടത്തെ പായിലൊന്ന് കൊടുന്ന്. ഒരരിഞ്ഞ സ്ത്രീ സന്ധ്യ വരെ ഒരാഹാരം കഴിക്കാതെ വയലിൽ നിന്ന് വെള്ളം തേടി ജോലിയെടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരവസ്ഥയാണ് ഈ വരികളിൽ കൂടി പറയുന്നത്. അപ്പോൾ ഞാൻ ദേവിയെ വെള്ളം പുഞ്ചച്ചെടികൾ കുടിക്കുമ്പോൾ പുഞ്ചനീര് നക്കുമ്പം പുള്ളു വീച്ചി കുടുംബം. ഈ പുള്ളു എന്ന് പറഞ്ഞ പക്ഷി രാത്രിയാണ് സഞ്ചരിക്കുക, അത് സന്ധ്യയാൽ പുറത്തിറങ്ങും. അപ്പോൾ സന്ധ്യാസമയം എന്നർത്ഥം. പിന്നെ അതൊക്കെ
ഒരു സാഹിത്യം എല്ലാം ഉണ്ടല്ലോ. ഞാനയഞ്ഞി മാടത്തെ പായിലൊന്ന് കൂടുന്നു. അപ്പോൾ അങ്ങനെ മാടത്തിലെത്തിയാലോ, അച്ഛനും കോണം പോരാ അമ്മക്കും ചേതം പോരാ, കച്ചയും കാണി കാണാ മട്ടിലെന്നെ കാണുന്നു. അച്ഛനും അമ്മയും ഒന്നും ഒരു നല്ല വർത്തമാനം പോലും പറഞ്ഞില്ല, കാരണം പട്ടിണി കിടക്കുക. പിന്നെ ഒരു സ്ത്രീകളുടെ ആകെ ആശ്രയം ഭർത്താവാണല്ലോ. അതിൻ്റെ കഥയോ, കൂറണഞ്ഞ മരൻ്റെ മാറണഞ്ഞ മംഗല്യം, പേരിനൊരു നാളുണ്ടായി പോയി പിന്നെ കണ്ടില്ല. ഒരു മംഗല്യവും കഴിഞ്ഞിട്ട് അയാൾ കിടന്നു പറഞ്ഞാണ്, രാവിലെ ഉണ്ടോ അയാളെ കാണുന്നില്ല, അയാളെ എവിടെയോ പോയി. എല്ലാം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ തന്നെ. ഗ്രാമീണ ജനജീവിതവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഈ നാടൻ പാട്ടുകളെ എം കെ പണിക്കോട്ടി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള മാധ്യമമാക്കി മാറ്റി. ഇപ്പോഴേതാണ്ട് ഇല്ലാതായി കഴിഞ്ഞ തച്ചോളിക്കളിയും രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തി. കല്യാണത്തിന് തലേ ദിവസം അരവുണ്ടാവും, തേങ്ങ അരവ്. അതിൻ്റെ കൂടെ ഈ വടക്കൻ പാട്ട്, പെണ്ണുങ്ങൾ പാട്ട്. അധികവും തച്ചോളി ഉദയനെ സംബന്ധിക്കുന്ന പാട്ടുകളാണ് പാടുക. തച്ചോളി ഉദയനെ സംബന്ധിക്കുന്നത് തന്നെ ഒരു 10-200 ഉദയൻ്റെയും ഉദയൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു 10-200 പാട്ടുണ്ട് പ്രചാരത്തിലുണ്ടായിരുന്നു. ഞാൻ തന്നെ കേട്ട പാട്ടുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അതിന് ഉപയോഗിക്കരുത്. പിന്നെ ഇവിടെ പുരുഷന്മാരുടെ ഒരു കളിയുണ്ടായിരുന്നു, അതിപ്പം ഏതാണ്ട് കുറ്റിയേറ്റ് പോയ മാതിരിയാണ്. തച്ചോളി കളി എന്നാണ് അതിൻ്റെ പേര്. അത് ഈ പൂരക്കളിയുടെ വേറൊരു സൈസാണ്. കൈമുട്ടിയിട്ടുള്ള ഒരു 5-8 ചുവട് വെച്ചിട്ടുള്ള ചുവടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കളിയാണത്. ഏതാണ്ട് മുറുക്കി കളിച്ചാൽ, നല്ല ആവേശത്തിൽ വന്നാൽ ഇവരെല്ലാം തികഞ്ഞ കായിക അഭ്യാസികളാണെന്ന് തോന്നും. അങ്ങനെ കുറേ സാഹസമുള്ള പണിയാണ്. പൂരക്കളിക്ക് അത്ര ക്ഷീണം ഉണ്ടാവില്ല, ഇത് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. ഞാനിവിടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അക്കളിയും കുറേ കാലം അതിൻ്റെ ഒരു നേതാവായിട്ട് നടന്നിരുന്നു. ഞങ്ങൾ ഈ ഐക്യകേരള രാഷ്ട്രപതി 52 ഇത് രൂപീകരിച്ചു. ആ തെരഞ്ഞെടുപ്പിൻ്റെ രൂപീകരിക്കുന്നതിൻ്റെ മുമ്പാണ്. 52 ആദ്യത്തെ, അന്ന് മലബാറും മദ്രാസിൻ്റെ ഭാഗമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ തച്ചോളി കളിക്ക് ഒരു പുതിയ രൂപവും ഭാവമൊക്കെ നൽകി. പാട്ട് രാഷ്ട്രീയമാക്കി. പിന്നെ ഇതിന് ഒരു നാടൻ താളമൊക്കെ ഉണ്ട് കളീൻ്റെ ഇടയ്ക്ക്. താകിരിതാളം നീലേത് എന്നെല്ലാം പറഞ്ഞിട്ട് അത് സിന്ദാബാദാക്കി. നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും എം കെ പണിക്കോട്ടിയുടേതായുണ്ട്. വടക്കൻ വീരകഥകൾ, എൻ്റെ നാട് എന്ന കവിതാ സമാഹാരം, ആത്മകഥാംശമുള്ള അമൃതസ്മരണകൾ, ബ്രഹ്മരക്ഷസ് എന്ന ലഘുനോവൽ, ബാലസാഹിത്യ വിഭാഗത്തിൽപ്പെട്ട അഭയം തേടി തുടങ്ങിയവയെല്ലാം എം കെ പണിക്കോട്ടിയുടെ ഗ്രന്ഥങ്ങളാണ്. ജീവിതഗന്ധിയായ നാടൻപാട്ടുകൾ, കർഷക തൊഴിലാളികൾ, ഇന്നലെ ഇന്ന് നാളെ തുടങ്ങിയ രചനകൾ പൂർത്തിയായിട്ടുണ്ട്. വടക്കൻ പാട്ടുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിൽ പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ KKN കുറുപ്പ് ഇങ്ങനെ എഴുതി: നീണ്ട 50 വർഷക്കാലം പാട്ടുകളുടെ പ്രചാരണത്തിനും ശേഖരണത്തിനും അവയുടെ മൂല്യാങ്കനത്തിലും ബദ്ധശ്രദ്ധനായ ഒരു വ്യക്തിത്വമാണ് എം കെ പണിക്കോട്ടി. വടക്കൻ പാട്ടുകളെ പുതിയൊരു രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. പാട്ടുകളെ അവയുടെ തനതായ രൂപത്തിൽ വായിക്കുകയും കഥാഗതി മനസ്സിലാക്കുകയും ചെയ്യാൻ മലയാളികളായ വായനക്കാർക്ക് തന്നെ ശൈലീപരമായ വിഷമതകളുണ്ട്. പല ഗ്രാമ്യപ്രയോഗങ്ങളും ഇന്ന് കടത്തനാടൻ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട്. മോന്തിയും ത്വരവും കണ്ടിയും കീയലും അതുപോലെയുള്ള മറ്റനേകം പദങ്ങളും ഇന്ന് പ്രയോഗലുപ്തങ്ങളാണ്. അതിനാൽ കഥാഘടന വ്യക്തമാക്കിയും പാട്ടുകളിലെ ആവശ്യമായ ഉദ്ധരണികൾ ഉപയോഗപ്പെടുത്തിയും വേണ്ടത്ര വിശദീകരണങ്ങൾ നൽകിയും ഈ പാട്ടുകളെ അദ്ദേഹം പരിചയപ്പെടുത്തുമ്പോൾ സാംസ്കാരികമായ ഏറ്റവും വലിയൊരു സേവനം നിർവഹിച്ചിരിക്കുകയാണ്. രാമകൃഷ്ണൻ